LDFിന് വേണ്ടിയിട്ട് റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിൻ്റെ പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയും ഒക്കെ വീടുകൾ കയറി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അവിടെ ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ കുടിയേറിയിട്ടുള്ള ഒരുപാട് കർഷകർ അവിടെയുണ്ട്. അപ്പോൾ അവരിലൊക്കെ സ്വാധീനം ചെലുത്താനായിട്ട് ഈ പറയുന്ന ആളുകളുടെ സന്ദർശനം കാര്യമാകും. ജോസ് കെ മാണി ആയിക്കൊള്ളട്ടെ, അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ ആയിക്കോട്ടെ, അവിടെ നിലമ്പൂരിലെ ആളുകൾക്കിടയിൽ ഓരോ ആളുകളുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്വീകാര്യത, KM മാണിയുടെ സഹായം സ്വീകരിക്കാത്തവർ ആയിട്ട് ഈ നിലമ്പൂർ മേഖലയിൽ ആളുകൾ കുറവായിരിക്കും. കാരണം ഈ പട്ടയവുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടിയേറ്റ കർഷകർ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ മകൻ നിലമ്പൂരിലുള്ള ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുന്ന സമയത്ത് അവിടെ വലിയ സ്വീകാര്യത കിട്ടും. 3 മുന്നണികൾക്കും വേണ്ടിയിട്ട് വോട്ടുകൾ പിടിക്കാൻ വേണ്ടിയിട്ട് മക്കൾ നിലമ്പൂരുണ്ട്. കോൺഗ്രസിന് വേണ്ടി ചാണ്ടികുമ്മനാണെങ്കിൽ LDFിന് വേണ്ടിയിട്ട് ജോസ് കെ മാണിയുണ്ട്. അതോടൊപ്പം തന്നെ NDAക്ക് വേണ്ടി BJPക്ക് വേണ്ടിയിട്ട് ഷോൺ ജോർജ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ വോട്ട് ആരുടെ മകനായിരിക്കും കൂടുതൽ പിടിക്കുക എന്നതിനെ ആശ്രയിച്ച് തന്നെ അവിടുത്തെ വിജയമുണ്ട്. അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വോട്ടിൻ്റെ വിഹിതം കൂടുതൽ ആർക്ക് കിട്ടും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.